ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 58. ഇതൊരു ഷർട്ടാ സർ. മഹാദേവന്റെ നോട്ടത്തിൽ വൈശാഖി ഒന്ന് പരിങ്ങിക്കളിച്ചു. ഇതാർക്കാ? മഹാദേവന്റെ ചോദ്യത്തിൽ നിറയെ ഗൗരവമായിരുന്നു. സാറിനാ. പെണ്ണ് പേടിയോടെ ഉമിനീര് വിഴുങ്ങി. എന്തിന്? തനിക്ക് നേരെ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ആ ബോക്സിലേക്ക് മുഖം ചുളിച്ചു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. സാറിന് ഗിഫ്റ്റ് വാങ്ങിയതാ. അത് പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്ന് തൊണ്ടയിൽ കുരുങ്ങിയിരുന്നു. ഗിഫ്റ്റോ? എന്തിനാ എനിക്കിപ്പോൾ ഗിഫ്റ്റ്? മഹാദേവനിൽ നിന്നും വീണ്ടും അടുത്ത ചോദ്യം. ഇന്ന് സാറിൻ്റെ പിറന്നാളല്ലേ, അതാ. എല്ലാം മനസ്സിലായിട്ടും ഒന്നും അറിയാതെ പോലെ സംസാരിക്കുന്ന ദേവൻ അവളിൽ പരിഭവം നിറച്ചു. എൻ്റെ പിറന്നാളിന് ആരും സാധാരണ ഗിഫ്റ്റ് തരാറില്ല. അതെനിക്കിഷ്ടമുള്ള കാര്യവുമല്ല. യാതൊരു ദയയും കൂടാതെയായിരുന്നു ചെക്കൻ്റെ സംസാരം. 10 പൈസ വെറുതെ ചിലവാക്കാൻ ഇഷ്ടമില്ലാത്ത ആ ഒരുവന് ദേഷ്യം വരുവാൻ ഇതിൽ പരം വേറെ വല്ല കാര്യവും വേണോ? സർ പ്ലീസ്, ഞാൻ വാങ്ങിച്ചു പോയില്ലേ? വൈശാഖി കിഞ്ചി. അതിപ്പോൾ ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. എനിക്കിങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇഷ്ടമല്ല. വൈശാഖി എന്നെ നിർബന്ധിക്കരുത്. അവൻ അറുത്തു മുറിച്ച് സംസാരിച്ചു. സർ, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ദയവ് ചെയ്ത് സാർ ഇത് വാങ്ങണം പ്ലീസ്. വൈശു അവൻ്റെ മുൻപിൽ നിന്ന് വീണ്ടും കെഞ്ചുവാൻ തുടങ്ങി. അവൻ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും ഗിഫ്റ്റ് നീട്ടിപ്പിടിച്ചിരുന്ന കൈകൾ അവൾ പിന്നോട്ടേക്ക് നീക്കിയില്ല എന്നതാണ് സത്യം. വൈശാഖി, എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിക്കുകയില്ല. അതെനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഇവിടെ ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നത് ഇത്രയും നേരമായിട്ട് വൈശാഖി കണ്ടുവോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ആഹാ. ഇല്ല എന്ന രീതിയിൽ വൈശു അവനെ നോക്കി തലയാട്ടി കാട്ടി. പിന്നെ ആരോട് ചോദിച്ചിട്ടാ ഇത് വാങ്ങി? അല്ല, ഇന്നെൻ്റെ പിറന്നാളാണെന്ന് വൈശാഖിയോട് ആരാ പറഞ്ഞേ? അവൻ ചോദ്യങ്ങൾ തുടർന്നു. ബാലുവാ പറഞ്ഞേ. സങ്കടം വിങ്ങി ചുവന്നു കയറി വൈശാഖിയുടെ മുഖം. അച്ഛനൊരു പണിയില്ല, അല്ലെങ്കിൽ തന്നെ നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരേണ്ട ഒരു കാര്യമില്ലല്ലോ. അവൻ്റെ നോട്ടം ഒന്നുകൂടി കൂർത്തു. ഇനി എന്തു പറഞ്ഞാലും, തലകുത്തി നിന്നെന്ന് പറഞ്ഞാലും അവൻ തൻ്റെ കയ്യിൽ നിന്നും പിറന്നാൾ സമ്മാനം വാങ്ങിയില്ലെന്ന് അവൻ്റെ ആ ഒറ്റ ഡയലോഗിൽ ഇതിനോടകം തന്നെ വൈശാഖിക്ക് മനസ്സിലായിരുന്നു. അവൾക്ക് കരച്ചിൽ വന്നുപോയി, കൂട്ടത്തിൽ ദേഷ്യവും പരിഭവവും. ആദ്യമായിട്ടാണ് ഒരു പ്രണയം തോന്നിയത്. ആ ഒരുവന് പിറന്നാൾ സമ്മാനം വാങ്ങിക്കൊടുക്കണം എന്നത് ആഗ്രഹം തോന്നിയത്. അതിപ്പോൾ ഇങ്ങനെയായി. ഞാൻ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ലെന്ന്, ഞാൻ സാറിന് ആരും അല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ ഇവിടെ സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് മാത്രമല്ലേ ഉള്ളൂ പ്രണയം. സാറിനത് എന്നോടില്ലല്ലോ. അതൊരിക്കലും എന്നോടുണ്ടാവാൻ ഇനി പോകുന്നുമില്ല. അവളുടെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈ യാന്ത്രികമായി തന്നെ പിന്നിലേക്ക് വലിഞ്ഞു. സോറി സാർ, അറിയാതെ ചെയ്തതാ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. വൈശാഖി കരഞ്ഞുപോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കവളിന് മുകളിലേക്ക് ഒഴുകിയിറങ്ങി. താനാ ഒരുവൻ ആരുമല്ല എന്ന സത്യം അവൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അത് തനിക്ക് മാത്രമാണ് ഇനിയും മനസ്സിലാവാത്തത്. അല്ല, താനത് മനസ്സിലാക്കുന്നില്ല എന്ന രീതിയിൽ നടിക്കുന്നു എന്നതാണ് സത്യം. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. എല്ലാം തല്ലി തകർത്തിട്ട് എറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുവാൻ തോന്നിപ്പോയി. ഏങ്ങലടി ഉച്ചത്തിലായതും വലം കൈ കൊണ്ടവൾ വായ പൊതിഞ്ഞു പിടിച്ചു. വൈശാഖി എന്തിനാ കരയുന്നേ? മഹാദേവൻ പൊടുന്നനെ അമ്പരപ്പോടെ ചോദിച്ചു. കാരണം പെണ്ണിൻ്റെ കണ്ണുനീർ അവനെ ഒട്ടൊന്നുമല്ല അമ്പരപ്പിച്ചത്. അവളിങ്ങനെ ഏങ്ങലടിച്ച് കരയുമെന്ന് സ്വപ്നത്തിൽ പോലും മഹാദേവൻ വിചാരിച്ചിരുന്നില്ല. പൊടുന്നനെ മനസ്സിലെവിടെയോ ഒരു കൊളുത്തിപ്പിടുത്തം ഉണ്ടായത് അവൻ അറിഞ്ഞു. വെറുതെ സർ, ഞാൻ കരഞ്ഞില്ല. ഐ എം സോറി. കവളിൽ പടർന്ന കണ്ണുനീരിന് അവൾ വാശിയോടെ തൂത്ത് കളഞ്ഞു. എന്നിട്ട് കീഴ്ച്ചുണ്ട് പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ തൻ്റെ കരച്ചിലിനെ ബന്ധപ്പെട്ട് സ്വയം നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. ശേഷം അവനെ നിറകണ്ണുകളോടെ ഒരു വട്ടം കൂടി നോക്കിയിട്ട് ധൃതിയിൽ തിരിഞ്ഞു നടന്നു. പക്ഷെ പെണ്ണിൻ്റെ കണ്ണു നിറച്ചുള്ള ആ നോട്ടം ചെന്ന് തറച്ചത് മഹാദേവൻ്റെ നെഞ്ചിലായിരുന്നു എന്ന് മാത്രം. പേരറിയാത്ത ഒരു വേദന പൊടുന്നനെ അവൻ അനുഭവപ്പെട്ടു. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നാരോ തൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ ഒരു തോന്നൽ. അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുവാൻ പാകത്തിലുള്ള ഒരു വീണ്ടു വിചാരം അവനിലുണ്ടാവാൻ തുടങ്ങി. സങ്കടം തിങ്ങി നിൽക്കുന്ന അവളുടെ കുഞ്ഞു മുഖം അതവനെ കൂടെ അസ്വസ്ഥനാക്കി. വൈശാഖി. തന്നിൽ നിന്നും വേഗത്തിൽ അകലുന്നവളെ ഒരൊറ്റ വിളി കൊണ്ടവൻ നിശ്ചലനാക്കി. വാതിൽക്കൽ വരെ എത്തിയവളുടെ കാലുകൾ
കൂച്ചുവിലങ്ങിട്ടതുപോലെ പൊടുന്നനെ നിന്നുവെങ്കിലും അവൾ അവനെ തിരിഞ്ഞു നോക്കുവാൻ ധൈര്യപ്പെട്ടില്ല. കാരണം നിയന്ത്രണമില്ലാതെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ വീണ്ടും അവന് കാട്ടിക്കൊടുക്കുവാൻ വൈശു താല്പര്യപ്പെട്ടില്ല എന്നതാണ് സത്യം. വൈശാഖി! അവൻ ഒരു വട്ടം കൂടെ അവളെ ഉച്ചത്തിൽ വിളിച്ചു. ആ. കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചുകൊണ്ട് വൈശാഖി മഹാദേവനെ മൂളിക്കേട്ടു. ഇങ്ങി വാ. ഇത്തവണ അവൻ്റെ ഒച്ചയിൽ ദേഷ്യമുണ്ടായിരുന്നില്ല, പകരം ശാന്തതയായിരുന്നു. വൈശാഖി പക്ഷേ നിന്നിടത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെല്ലും അനങ്ങുവാൻ കൂട്ടാക്കിയില്ല എന്നത് മറ്റൊരു സത്യം. അവനോടുള്ള സങ്കടവും ദേഷ്യവും പരിഭവവും കാരണം വൈശു ആകെ പോയിരുന്നു ആ നേരം. വൈശാഖി! അനുസരണയില്ലാതെ നിൽക്കുന്നവൾ ദേവനിൽ എന്തുകൊണ്ടോ ആശങ്ക പടർത്തി. കൂട്ടത്തിലൊരു കുഞ്ഞു കുറ്റബോധവും. ആ. അവൾ മൂളിക്കേട്ടു. ഇങ്ങോട്ട് തിരിയെ, അവൻ ആജ്ഞാപിച്ചു. വൈശാഖി പക്ഷെ അപ്പോഴും അവനെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല, പകരം അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. നിനക്കെന്താ പറഞ്ഞ അനുസരണയില്ലാത്തത്? മഹാദേവൻ മുരണ്ടുകൊണ്ട് അവളുടെ മുൻപിലായി ചെന്ന് നിന്നു. കരച്ചിലടക്കാൻ പാടുപെണ്ണുന്ന പെണ്ണിൻ്റെ ചുവന്നു കയറിയ മുഖം അതവനെ വല്ലാതാക്കി. ഇങ്ങി തന്നേക്ക്. മഹാദേവൻ അവൾക്ക് നേരെ സ്വയം അറിയാതെ കൈനീട്ടി. ആ ഒരുവളുടെ കണ്ണുനീരും സങ്കടവും അവനെ അത്രമേൽ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വൈശാഖി അവന് ഗിഫ്റ്റ് കൊടുത്തില്ല. ഇങ്ങി താ വൈശാഖി, ചെക്കൻ വീണ്ടും ആവശ്യപ്പെട്ടു. ആഹാ! കയ്യിലിരിക്കുന്ന കവർ കൊടുക്കാൻ കൂട്ടാക്കാതെ പെണ്ണൊരടി പിന്നിലേക്ക് നീങ്ങി നിന്നു. ഹാ, തമാശ കളയെ, അതിങ്ങി തന്നേക്ക്. എന്തായാലും നീ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ? അവൻ വീണ്ടും ആവശ്യപ്പെട്ടു. വേണ്ട സർ, എനിക്ക് വേണ്ടി ശീലങ്ങളൊന്നും സാറ് മാറ്റണ്ട. ഞാനിത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. മൂക്ക് വലിച്ചു പെണ്ണ്. ആർക്കു കൊടുക്കാൻ? ചോദ്യം വളരെ പെട്ടെന്നായിരുന്നു. ആർക്കേലും. വൈശു തലകുനിച്ചു നിന്നു. അത് വേണ്ട, ഇങ്ങി തന്നേക്ക്. ഈ ഒരു വട്ടത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. അവനൊരടി അവൾക്ക് നേരെ വെച്ചു. ആഹാ, വേണ്ട, സാരില്ല. അവൾക്കും വാശി തോന്നി. സാരമുണ്ട്. അവളുടെ കയ്യിലെ കവർ അവൻ പിടിച്ചു വാങ്ങി. അപ്രതീക്ഷിതമായ അവൻ്റെ ആ നീക്കത്തിൽ വൈശാഖി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. അവൾ അവനെ തുറച്ചു നോക്കി. നീ പൊയ്ക്കോ, ഞാൻ കാരണം നിന്റെ കണ്ണ് നിറയ്ക്കണ്ട. അവളെയും കടന്ന് മുറിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ അവളെ തേടിച്ചെന്നു. ഇതെന്താ സാറിങ്ങനെ? ഓരോന്നും ആലോചിച്ചുകൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് അവൾ ഇറങ്ങി. അതേസമയം അവൾ കൊടുത്ത ബോക്സിൽ നിന്നും ഷർട്ട് പുറത്തേക്ക് എടുക്കുകയായിരുന്നു മഹാദേവൻ. ആഷ് നിറത്തിലുള്ള ഭംഗിയുള്ള ഒരു ഷർട്ട്. സ്ലിം ഫിറ്റാണ്, തൻ്റെ അളവിന് ചേരുന്നത്. മഹാദേവന് അത് നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. പെണ്ണിന് നല്ല ഡ്രസ്സിങ് സെൻസ് ഉണ്ട്. അവൻ മനസ്സിൽ കരുതി, ഇതിന് എത്ര വിലയായിട്ടുണ്ടാവും? മഹാദേവൻ അതിൻ്റെ ടാഗ് ഒന്ന് തപ്പി നോക്കി. പക്ഷെ ഷർട്ടിൽ അങ്ങനെ ഒരെണ്ണം അവന് കാണാൻ കഴിഞ്ഞില്ല. അവൾ മാറ്റിയതായിരിക്കും. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവൻ അതിൻ്റെ ബട്ടൺസുകൾ മെല്ലെ ഊരി മാറ്റാൻ തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ആണ് ചെക്കൻ്റെ കണ്ണുകൾ അതിൻ്റെ പോക്കറ്റിന് മുകളിലുള്ള ലോഗോയിലേക്ക് നീങ്ങിയത്. ഇത് എൽപിയുടെ ലോഗോ അല്ലേ? അത് കണ്ടതും ദേവൻ്റെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു. സംശയ നിവാരണത്തിനായി ഷർട്ടിൻ്റെ ഉൾവശത്തായി കോളറിൻ്റെ താഴെയായി കാണുന്ന ഭാഗം അവൻ അപ്പോൾ തന്നെ പരിശോധിച്ചു. ലൂയിസ് ഫിലിപ്പ്. ഷർട്ടിൽ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്ന ടാഗിലെ പേരവൻ ഒട്ടൊരമ്പരപ്പോടെയാണ് വായിച്ചത്. ഇതിന് നല്ല വിലയായി കാണില്ലേ? അവനിലെ പിശുക്കൻ പൊടുന്നനെ ഉണർന്നു. വലിയ വില കൊടുത്താണോ ആ പെണ്ണിത് എനിക്ക് വേണ്ടി വാങ്ങിയത്? ദേവൻ ഇത്തിരി ഉച്ചത്തിൽ തന്നെ പിറുപിറുത്തു. ഒരു വിലയായിട്ടില്ല. അത് നല്ല ഒന്നാന്തര നമ്പർ 1 ഡ്യൂപ്ലിക്കേറ്റ് ഷർട്ടാ ദേവാ. ഞാനും കൂടെ പോയാണ് അതെടുത്തത്. ഒരശരീരി പോലെ ഒരു ശബ്ദം പൊടുന്നനെ മുറിയുടെ വാതിൽക്കൽ നിന്നും ഉണ്ടായി. മഹാദേവൻ സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് മുഖം ചെരിച്ച് നോക്കിയപ്പോൾ കണ്ടു, കൈയും കെട്ടി ഒരമിഞ്ഞ ചിരിയും പാസാക്കി ഡോറിൽ ചാരി നിൽക്കുന്ന ഭാസ്കരനെ. അപ്പോൾ ഇത് ഒറിജിനൽ അല്ലേ? ചിക്കൻ സംശയത്തോടെ അയാളോട് തിരക്കി. കോപ്പ, നിന്റെ നല്ല സ്വഭാവത്തിന് ബ്രാൻഡ് ഷർട്ട് പറ്റില്ലെന്ന് ഞാൻ ആ കൊച്ചിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എൽപിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. എങ്ങനെയുണ്ട്? ബാലു പുരികം പൊക്കിയും താഴ്ത്തി അവനോട് ചോദിച്ചു. അതും ഒരു ചിരിയോടെ. കുഴപ്പമില്ല. അവൻ ഒരു വട്ടം കൂടി മൊത്തത്തിൽ ആ ഷർട്ട് പരിശോധിച്ചിട്ട് മെല്ലെ ബോക്സിലേക്ക് തിരിച്ചു വയ്ക്കാൻ വേണ്ടി തുടങ്ങി.
ആ ഷർട്ട് കണ്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിശ്വസിക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അച്ഛൻ പറഞ്ഞത് അവൻ ഒടുക്കം വിശ്വാസത്തിലെടുത്തു. എടാ, ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ, പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് പോടാ. അവനത് എടുത്തു വെക്കുന്നെന്ന് കണ്ടതും ബാലു അവനോട് ഇത്തിരി താഴ്മയായിട്ട് അഭ്യർത്ഥിച്ചു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ ആ ആവശ്യത്തെ നിഷ്കരണം കാറ്റിൽ പറത്തി. എടാ, ആ പാവ എത്ര ഇഷ്ടത്തോടെ നിനക്ക് വേണ്ടി എടുത്ത ഷർട്ടാണിതെന്നോ, അപ്പോഴാണ് നിൻ്റെ ഒരു കടുംപിടുത്തം. എടുത്തിട്ടുകൊണ്ട് പോടാ, ആ പാവത്തിനൊരു സന്തോഷമാവും. നിനക്കിഷ്ടപ്പെടില്ലെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് അവൾ. അയാൾ അത്രയും പറഞ്ഞിട്ട് മഹാദേവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും തിരിഞ്ഞ് നടന്നകുന്നു, ഉള്ളിൽ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട്. ഷെടാ. അയാൾ പോകുന്ന വഴിയെ നോക്കി മഹാദേവൻ ഒരു നിമിഷം നിന്നു. എന്നിട്ട് ബോക്സിൽ മടക്കി വെച്ച ഷർട്ട് എടുത്ത് വീണ്ടും കയ്യിൽ പിടിച്ചു. ആ പെണ്ണ് എന്തിനാണോ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കരയാൻ നിൽക്കുന്നത്? ദേഷ്യത്തോടെ ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരി എറിഞ്ഞിട്ട് വൈശായി കൊണ്ടു കൊടുത്തത് അവൻ ഇടുവാനായി തുടങ്ങി. കണ്ണാടിയിൽ നോക്കി സ്വയം നിർവൃതി അണഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ചെക്കൻ. കണ്ടോ ലക്ഷ്മി, എനിക്ക് തെറ്റാറില്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണും. വൈശുക്കൊച്ച് കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് എൻ്റെ കൊച്ചുമോൻ പോയത് നീ കണ്ടോ? ഒരു ജയിച്ചു വന്ന സന്തോഷമായിരുന്നു പത്മാവതിയുടെ മുഖത്തപ്പോൾ. അവർ ഹാളിലെ സെറ്റിയിൽ ചാരിയിരുന്നു കൊണ്ട് ഗേറ്റും കടന്ന് വഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന മഹാദേവനെ നോക്കിക്കൊണ്ടിരുന്ന് ചിരിച്ചു. അമ്മ പറഞ്ഞത് സത്യ. ലക്ഷ്മിയും അവരുടെ കൂടെ ചിരിച്ചു. എടി, അവന് നമ്മുടെ വൈശുക്കൊച്ചിനെ ഒന്നുമില്ലെങ്കിൽ അവൻ കൊടുത്ത ഷർട്ട് എന്തിനാണ് വാങ്ങിയത്? എന്തിനാണ് അത് ഇട്ടുകൊണ്ട് ഇപ്പോൾ അമ്പലത്തിൽ പോയത്? ഇതൊന്നും അത്ര പതിവുള്ള കാര്യങ്ങളല്ല. എന്തൊക്കെയോ കണ്ടുപിടിച്ചെന്നുള്ള ഭാവമായിരുന്നു പത്മത്തിന്. അവൻ അങ്ങനെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ദേവനത് നമ്മളോട് തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. കല്യാണമേ വേണ്ടെന്ന് വെച്ച് നടന്ന ചെക്കനാണത്. അതുകൊണ്ട് ഒരു തുറന്നു പറച്ചിൽ അവൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ലക്ഷ്മി തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. നീ ഒന്ന് പോയേ കൊച്ചേ. അവൻ പറയുവടി, പറയും. അവൻ ആ പെങ്കൊച്ചിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് അത് തുറന്നു പറഞ്ഞിരിക്കും. നീ നോക്കിക്കോ ലക്ഷ്മി. പത്മാവതി ഉറപ്പോടെ പറഞ്ഞു. അവരുടെ സംഭാഷണങ്ങൾ സ്വന്തം മുറിയിലിരുന്ന് കേട്ടുകൊണ്ടിരുന്ന വൈശാഖിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടരുവാൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. അമ്പലത്തിൽ നിന്നും വന്ന ഉടനെ തന്നെ മഹാദേവൻ നേരെ അടുക്കളയിലേക്കാണ് നടന്നത്. മണി 10:30 കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നന്നായിട്ട് വിശന്നിരുന്നു. അമ്മേ. കിച്ചൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ തല അകത്തേക്ക് ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചു. നീ വന്നോ ദേവാ? കൈ കഴുകിയിട്ട് പോയിരുന്നോളൂ, ഇപ്പൊ കൊണ്ടുവരാം. അവനെ കണ്ടതും ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിയിൽ നിർത്തിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രാതൽ അവർ ഓരോന്നായി എടുത്തുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു. മഹാദേവൻ അപ്പോഴേക്കും കൈയും കഴുകി ടേബിളിന് മുൻപിൽ ചെന്നിരുന്ന് കഴിഞ്ഞിരുന്നു. എല്ലാവരും കഴിച്ചോ? അവൻ കാര്യമായി തന്നെ അമ്മയോട് തിരക്കി. വൈശാഖി ഒഴിച്ച് എല്ലാവരും കഴിച്ചു ദേവാ. അവൻ്റെ പാത്രത്തിലേക്ക് ഇടിയപ്പവും കിഴങ്ങുകറിയും വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ ലക്ഷ്മി മറുപടി കൊടുത്തു. അതെന്തേ അവൾ ഇത്രയും നേരമായിട്ടും കഴിക്കാതിരുന്നേ? മണി ഇപ്പോൾ തന്നെ 10:30 കഴിഞ്ഞില്ലേ? കിഴങ്ങുകറി കുഴച്ച ഇടിയപ്പം വായിലേക്ക് വെക്കാൻ തുനിഞ്ഞവൻ്റെ കൈ അല്പം താഴ്ന്നു. അവൾക്കിപ്പോൾ വേണ്ടെന്ന്. രാവിലെ ഒരു ഗ്ലാസ് പായസം കുടിച്ചു, അതായിരിക്കും. പറച്ചിലിനോടൊപ്പം തന്നെ മേശയുടെ മുകളിൽ നിന്ന് സ്റ്റീൽ ചരുവത്തിൽ നിന്നും കുറച്ച് പാൽപ്പായസം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തവർ എന്നിട്ട് മഹാദേവൻ്റെ മുൻപിലേക്ക് ഒരു ചിരിയോടെ വെച്ചു കൊടുത്തു. അമ്മയോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. വെറുതെ കാശ് ചെലവാ. പായസത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടവൻ ദേഷ്യപ്പെട്ടു. എൻ്റെ പൊന്നു ദേവാ, ഒരു പായസമല്ല ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്ത് പിറന്നാളാടാ? ഇന്നൊരു ദിവസമെങ്കിലും നീ ഞാൻ പറയുന്നത് കേട്ടിരുന്നോണം. ലക്ഷ്മി മുഴക്കി. മഹാദേവൻ അതിനു മാത്രം മറുപടിയൊന്നും കൊടുത്തില്ല. പാത്രത്തിലുള്ളത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ ലക്ഷ്മിയോട് അവൻ ഒരിക്കലും എതിർത്ത് സംസാരിക്കുകയില്ല. അത് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അവളെ കൂടെ വിളിച്ച് വല്ലതും കൊടുക്കമ്മേ, അല്ലെങ്കിൽ കാശ് മേടിച്ചിട്ട് നമ്മളവളെ പട്ടിണി കിട്ടെന്ന് പറയും. വൈശാഖി കഴിക്കാതിരിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് തോന്നിയത് അവൻ എങ്ങും തൊടാതെ സംസാരിച്ചു. ഒന്ന് പോയേ ദേവാ നീ, അതൊരു പാവം കൊച്ച. നീ അതിനെ ഇങ്ങനെ ഓരോന്നും പറയല്ലേ. ഒരു ഇടിയപ്പം കൂടെ അവൻ്റെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്തു ലക്ഷ്മി. ഉവ്വേ. മഹാദേവൻ്റെ നോട്ടം മെല്ലെ ഹാളിലേക്ക് നീങ്ങി. അവൾ വാങ്ങി തന്ന ഷർട്ട് ഇട്ടുകൊണ്ട്
അവളെ തന്നെ കുറ്റം പറയല്ലേ ദേവാ നീ. ലക്ഷ്മി അവനെ കളിയായി ശാസിച്ചു. ഓ, അവളിതിവിടെ വന്ന് വിളമ്പിയായിരുന്നോ? അവൾ പറഞ്ഞിരുന്നു. അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റ്? ഒരു തെറ്റുമില്ലേ. കഴിപ്പ് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നവൻ നേരെ സിങ്കിൻ്റെ അടുത്തേക്ക് ചെന്ന് കൈ കഴുകി. ഈ ചെക്കൻ്റെ ഒരു കാര്യം. മേശയുടെ മുകളിലുള്ള പാത്രങ്ങൾ ഓരോന്നും എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിനിടയിൽ ലക്ഷ്മി ഒരു ചിരിയോടെ മനസ്സിൽ പെറുപിറുത്തു. ചേട്ടാ, പൊടുന്നനെയാണ് ഒരു വിളി മുറ്റത്തു നിന്ന് അവൻ കേൾക്കുന്നത്. ചെന്ന് നോക്കിയപ്പോൾ കണ്ടു, കേബിളുകാരനാണ് കാശ് വാങ്ങാൻ വേണ്ടി വന്നത്. ചേട്ടാ, കേബിൾ ബില്ല്. വന്നവൻ ഉമ്മറത്ത് നിൽക്കുന്ന മഹാദേവനെ നോക്കി ചിരിച്ച് കാട്ടി. നില്ല്, ഇപ്പോൾ തരാം. ദേവൻ നേരെ അകത്തേക്ക് കയറി. സ്വന്തം മുറിയിലെ അലമാരയിൽ കാശ് തപ്പിയപ്പോൾ അവിടെ ചില്ലറ ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ഭാസ്കരൻ്റെ മുറിയിലേക്ക് കടന്നതും. ഭിത്തിയിലെ ഹാങ്ങറിൽ തൂങ്ങിയിട്ടിരിക്കുന്ന ബാലുവിൻ്റെ ഷർട്ടെടുത്ത് അതിൻ്റെ പോക്കറ്റ് അവൻ പരിശോധിച്ചു. അതിൽ 100-ൻ്റെ 50-ൻ്റെ നോട്ടുകൾ കണ്ടതും അവൻ അത് എണ്ണിയെടുക്കാൻ വേണ്ടി മൊത്തത്തിൽ കയ്യിലെടുത്തു പിടിച്ചു. എണ്ണുന്നതിനിടയിലാണ് നോട്ടുകൾക്കിടയിൽ നിന്നും അവൻ ആ ബില്ലിൻ്റെ പേപ്പർ കയ്യിൽ കിട്ടിയത്. 4100 രൂപയുടെ LPയുടെ ഷർട്ടിൻ്റെ ബില്ല്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ.